ഇതാണ് സാധനം. ഇതിങ്ങനെയായിരിക്കും. അപ്പം ഇനി ഇത് കഴിച്ച് നോക്കിയിട്ട് എൻ്റെ ടേസ്റ്റ് പറയാം. ഇത് ഞാൻ ഒരിടത്ത് പോയപ്പോൾ കഴിച്ചതായത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് ചെയ്തതാണ്. വീട്ടിൽ വന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇത് ചെയ്യുകയാണ്. പക്ഷേ ഇതിൻ്റെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചായിരുന്നു. അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. എന്തായാലും ഇതിൻ്റെ റെസിപ്പിയുടെ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഇത് റവയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. റവ, ശർക്കര, തേങ്ങ, ഏത്തപ്പഴം. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് വൈകിട്ട് ചായയുടെ കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കാണിത്. ഇത് ആവിയിൽ വേവിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിയുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് നമ്മൾ റവ, ശർക്കര, തേങ്ങ, ഏത്തപ്പഴം, നെയ്യ് ഇതൊക്കെയാണ് ചേർക്കുന്നത്. പക്ഷേ എനിക്ക് ഒരു അബദ്ധം പറ്റി. ഇതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ സമയത്ത് ആളെ കിട്ടിയില്ല. അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ എന്തായാലും ഇത് വീഡിയോ എടുത്തതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ച് ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ അവരടുത്ത് പോയപ്പോൾ കഴിച്ചതായിരുന്നു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചിട്ട് ഇതിൻ്റെ റെസിപ്പി മനസ്സിലാക്കി കൊണ്ട് വന്നതാണ്. നമ്മൾ ലാസ്റ്റത്തതും വയ്ക്കുകയാണ്. ഇത് എനിക്ക് വേറൊരു അബദ്ധം കൂടെ പറ്റി. ഞാനിത് നമ്മൾ ചട്ടിയിലിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ. അപ്പം ഞാനത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കണമായിരുന്നു. ഞാനതങ്ങ് വിട്ടുപോയി. അപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഇത് ചട്ടിയിൽ ഇരുന്നിട്ടങ്ങ് ഡ്രൈ ആയിപ്പോയി. കുറച്ച് സോഫ്റ്റായിട്ട് ഇരുന്നതായിരുന്നു, പക്ഷേ ചട്ടിയിൽ ആ ചൂടത്തിരുന്നതങ്ങ് ഡ്രൈ ആയിപ്പോയി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം കൂടെ പറ്റി. എന്നാലും സംഭവം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വന്നിട്ടുണ്ട്. ഇച്ചിരി ഡ്രൈ ആയി പോയെന്നേ ഉള്ളൂ. ആദ്യം വെച്ചതൊക്കെ ഓക്കെ ആയിരുന്നു, അവസാനത്തതാണ് ഇങ്ങനെ ആയിപ്പോയത്. അപ്പം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് നമ്മൾ തുറക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ഇതൊന്ന് ഒരെണ്ണം ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെ ആയെന്ന്. ഇതാണ് സാധനം. ഇതാണ് നമ്മുടെ സാധനം. നമുക്കിത് ഇതാണ് സാധനം. ഇതെങ്ങനെയായിരിക്കും. അപ്പം ഇനി ഇത് കഴിച്ച് നോക്കിയിട്ട് എൻ്റെ ടേസ്റ്റ് വേണം. അപ്പോൾ ഇത് ഞാൻ കഴിച്ച് നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ അന്ന് കഴിച്ച അതേ ടേസ്റ്റൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ പറയാൻ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് അറിയത്തില്ല. ഞാനിത് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും റെസിപ്പി. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.